ഹായ്, എല്ലാവർക്കും നമസ്കാരം. ലൈറ്റെക് ലൈറ്റിംഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് മാല നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ, പക്ഷെ അതിനകത്ത് ഈ മാലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വയറുകളൊക്കെ എങ്ങനെ ഒരേ നീളത്തിൽ മുറിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ. മാലയ്ക്കും തോരണത്തിനും നാടയ്ക്കും എല്ലാത്തിനും വേറെ വേറെ വ്യത്യസ്തമായ അളവുകളായിരിക്കും നമ്മൾ വയർ മുറിക്കുക. പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന വയറുകളല്ലാതെ ഇതുപോലെ ഇങ്ങനെ റോൾ കണക്കിനാണ് വരുന്നത്. ഒരു 270-260 മീറ്റർ റോളായിട്ടാണ് ഈ വയറുകൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ഈ വയറുകൾ നമ്മൾ ഇത് തോരണത്തിനുള്ള ഒരു ചെറിയ സൈസിലാണ്. അതുപോലെ മാലയ്ക്ക് ഇങ്ങനെ പല അളവുകളിലാണ് നമ്മൾ ഈ വയർ മുറിക്കേണ്ടത്. പക്ഷെ നമുക്ക് ഇത്രയും ഇങ്ങനെ വരുന്ന ഇതിനെ നമ്മൾ എളുപ്പത്തിൽ എങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റും എന്ന് ഒത്തിരി ആളുകൾ എന്നോട് സംശയം ചോദിച്ചു. നമുക്ക് ഇങ്ങനെ റോളിൽ എളുപ്പത്തിൽ എങ്ങനെയാണ് ഇത് മുറിക്കാൻ പറ്റുക, അതിന് മെഷീനുണ്ടോ, അങ്ങനെ പല സംശയങ്ങൾ. അപ്പം ഞാനിവിടെ മെഷീനൊന്നും ഉപയോഗിക്കുന്നില്ല, നമ്മൾ തന്നെ മാനുവലായിട്ട് തന്നെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വളരെ ചുരുങ്ങിയ ടൈമിനുള്ളിൽ ഇത് ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഈ വയർ കട്ടിങ് വീഡിയോ കാണുക. നമ്മൾ വയർ മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ റോളായിട്ട് വരുന്ന വയറിൻ്റെ സെൻറ്ററിലാണ് ഇതിൻ്റെ ഒരു പോയിന്റ് ഉണ്ടാവും. ഉള്ളിൽ നിന്ന് വരുന്ന ഭാഗത്ത് ഒരു പോയിന്റ് ഉണ്ടാവും. അതേപോലെ ഇതിനും ഉള്ളിൽ നിന്ന് വരുന്ന ആ 2 പോയിന്റാണ് നമുക്ക് മുറിക്കാനായിട്ട് ഇതിനെ എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ലോക്കൊക്കെ ഇങ്ങനെ ഒരു വള്ളിയൊക്കെ ഇട്ട് ഒരു ടൈറ്റാക്കിയിട്ടായിരിക്കും നമുക്ക് ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കത്രിക ഉപയോഗിച്ചിട്ട് അതൊക്കെ ഒഴിവാക്കണം. കാൽക്കുലേറ്റ് ചെയ്ത് മുറിക്കുക. അത് നിങ്ങൾക്ക് ഇത് മുറിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ ഐഡിയ കിട്ടും. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വയറിന് ഒരു മാലയ്ക്ക് എത്ര നീളത്തിലാണ് മുറിക്കുന്നത് നമ്മൾ കണക്കൂട്ടി കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നമ്മൾ ഈ പിടിക്കുന്ന ഒരു നീളം എത്ര ഉണ്ടെന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് അത് കണക്കൂട്ടിയിട്ട് അത്രയും എണ്ണം എടുത്ത് അത് മുറിച്ചാൽ ഏതാണ്ട് കറക്റ്റ് കിട്ടും. ഞാൻ അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തോരണത്തിന് മുറിക്കാനാണെങ്കിലും ഒരു തോരണത്തിലേക്ക് 40-50 വയർ വേണമെന്നുണ്ടെങ്കിൽ എത്ര തോരണം വേണം അത്രയും തോരണത്തിന് അത്ര വയർ എണ്ണം കണക്ക് കൂട്ടിയിട്ട് നമ്മൾ ഈ എണ്ണ എടുക്കുന്ന ഈ വയറിൽ ആ എണ്ണം കണക്ക് കൂട്ടി എടുത്താൽ ഒരു വയർ പോലും വേസ്റ്റ് ആവാതെ നമുക്ക് അത് കിട്ടും. അപ്പോൾ അങ്ങനെ
ഇതാണ് ആ വയറ് ഈ റോളിൽ നിന്ന് ചുറ്റിയെടുക്കുന്ന ഒരു രീതി. ഇതിപ്പോ എത്രയായി? 2, 4, 6, 8, 10 വയറ് ആണ് ഇപ്പൊ ഈ പോകുന്നത്. 10 ലൈനാണ് പോകുന്നത്. നമ്മളിപ്പോൾ മാല ബൾബിന് മുറിക്കാനായിട്ട് നമ്മളൊരു മാല ബൾബിന്റെ അളവിലൊരു എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഈ ഒറ്റ കട്ടിങ്ങിൽ 10 വയറാണ് നമുക്ക് പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ മൊത്തത്തിലുള്ള ലെങ്ത് എത്രണ്ണം ഉണ്ടെന്ന് നിങ്ങൾ കണക്ക് കൂട്ടി മുറിച്ചാൽ ഈ വയറ് എത്രണ്ണം എന്നുള്ള കണക്ക് കൂട്ടിയാൽ നമുക്ക് കൃത്യമായ അളവിൽ മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വയറിന് ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. കാരണം നമുക്ക് ഇപ്പോൾ മറ്റാവശ്യങ്ങൾക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ. ഈ റോള് നമുക്ക് ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ ചുറ്റി എടുത്തിട്ട് നമുക്ക് ഒന്നാകെ കട്ട് ചെയ്യാം. അതിനാവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പം ഞാൻ തൽക്കാലം വീഡിയോക്ക് വേണ്ടിയിട്ടത് ഇങ്ങനെ ഇവിടെ വെച്ച് കട്ട് ചെയ്യുകയാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. വയർ ഫുള്ളായിട്ട് ഈ റോള് ഫുള്ളായിട്ട് ഇതുപോലെ മാടി എടുത്തിട്ട് കട്ട് ചെയ്യാൻ തുടങ്ങിയാൽ മതി. അതങ്ങനെ ഉള്ളതായി. ഈ വയറ് നമ്മൾ ഇതുപോലെ ചുറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ റോളായിട്ട് ഉണ്ടാവും ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇനി നമ്മളിങ്ങനെ ഒന്ന് കെട്ടി ചെയ്ത് മുറുക്കി മാറ്റി നിർത്തുക. ഇനി നമുക്ക് വേണ്ടത് വയറ് എത്ര നീളത്തിലാണ് മുറിക്കേണ്ടതെന്നുള്ളത്. ഞാൻ എടുത്തിരിക്കുന്ന ഒരളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നമുക്കിപ്പോൾ എൻ്റെ അളവായിരിക്കണമെന്നില്ല മറ്റുള്ള ആൾക്കാർ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ വ്യത്യസ്തമായ അളവുകളിലൊക്കെ വയർ മുറിക്കാമല്ലോ. ഇതിപ്പോൾ ഞാൻ 34 സെൻറ്റിമീറ്ററിലാണ് ഈ മാല ബൾബിന് വേണ്ടിയിട്ടുള്ള ഒരു വയർ മുറിക്കുന്നത്. 34 സെൻറ്റിമീറ്റർ നീളത്തിലാണ്. അതായത് ഒരു 13.5 ഇഞ്ചോളം വരും. അതേപോലെ തോരണത്തിന് നമ്മൾ സോൾഡറിങ് വയർ ഉപയോഗിക്കുന്നത് ഒരു 23 സെൻറ്റിമീറ്റർ നീളത്തിലാണ്. അപ്പോൾ ഈ 23 സെൻറ്റിമീറ്റർ ഇത്ര ചെറുതായിട്ടൊക്കെ വയർ മുറിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഏറ്റവും എളുപ്പം. ഇങ്ങനെ ആക്കി വെക്കുക. ഫുൾ വയറിനെ ഇങ്ങനെ ആക്കി വെക്കുക. ഇതാണെങ്കിലും ഏതളവിലാണെങ്കിലും. അപ്പോൾ നമ്മളിങ്ങനെ എടുത്തു എഡ്ജൊക്കെ ഒന്ന് ക്ലിയർ ആക്കി. ഇതാണ് നമ്മൾ കട്ടിങ്ങിന് ഉപയോഗിക്കുന്ന നമ്മുടെ ആയുധം. കടകളിലൊക്കെ മേടിക്കുന്ന കട്ടറൊക്കെ നമുക്ക് ഇത്ര സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല. ഈ സൈസ് ഒരു കത്രിക 50 രൂപ, 55, 60 ആ റേഞ്ചുള്ള സാധനത്തിന് നല്ല ലൈഫ് കിട്ടും. ഇതാണ് ഏറ്റവും നല്ല സാധനം ഈ വയർ കട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ അത് അതിൻ്റെ ഈ രണ്ടായിട്ട് മടങ്ങി വന്ന ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ടിച്ച് എഡ്ജാക്കി നിർത്തുക. റൗണ്ടായിട്ട് പോകരുത്. എന്നിട്ട് ഇതിന് മൂലയെല്ലാം എല്ലാം ക്ലിയർ ആയ ശേഷം എഡ്ജ് വേണമെങ്കിൽ ഒന്നും കൂടി കൂട്ടി ഒന്ന് ലെവലായത് ഇതുപോലെ എല്ലാം ക്ലിയർ ആയി. ഇനിയാണ് നമ്മളുടെ പണിയുടെ ഒരു എളുപ്പത്തിനകത്തേക്ക് നമ്മൾ കടക്കുന്നത്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഇതൊരു ഈർക്കിളാണ് കേട്ടോ. നിങ്ങൾ മറ്റൊരു ഇതൊന്നുമല്ല, ഇരുമ്പൊന്നുമല്ല, ഇതൊരു ഈർക്കിളിയാണ്. ഈ ഈർക്കിളി നമ്മളിതിങ്ങനെ ഇതിനകത്തേക്ക് ഇതിങ്ങനെ ഇവിടെ ഈ എഡ്ജ് ഇങ്ങനെ ആക്കി വെച്ചു. ഈ കൈ കൊണ്ട് ഇവിടെ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് നേരെ ബാക്കിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ നഗര് ഈ ഈർക്കിളിയോട് വെച്ച് പിടിച്ചു. എന്നിട്ട് ഈ ഈർക്കിളി അങ്ങ് മാറ്റി വെച്ചു. നമ്മുടെ കത്രിക എടുക്കുന്നു, ഒരു കണ്ടിക്കൽ പരിപാടി കഴിഞ്ഞു. ഇങ്ങനെ അടുത്തത് വീണ്ടും ആ ഈർക്കിളി എടുത്തു. ഇതുപോലെ വേഗത്തിൽ നമുക്ക് വയറിൻ്റെ കട്ടിങ് എന്ന് പറഞ്ഞ ഒരു പരിപാടി അവസാനിപ്പിക്കും. ഇതിപ്പോൾ അങ്ങനെ ആ അളവിൽ വെച്ചു. ഇനി നമുക്ക് തോരണത്തിനാണ് മുറിക്കണേ. ഇതേ സിസ്റ്റം തന്നെ കേട്ടോ. മുറിച്ച് വെച്ചു, തോരണം എടുത്തു, തോരണത്തിന് വയറ് മുറിച്ചു. ഇനി നമുക്ക് വേണ്ടത് നാടയ്ക്ക് കുറച്ച് നീളം കൂടുതലാണ്. ആ നാടയ്ക്ക് നീളം കൂടുതലുണ്ടെങ്കിൽ ഒരു ടേപ്പിൻ്റെ അകത്ത് ഒരു ഈർക്കിളിയുടെ അളവ് എടുക്കുക. ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുക. എത്ര നീളത്തിൽ വേണമെങ്കിലും അതിനെ മുറിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് വയറ് ഏറ്റവും എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതങ്ങനെ നമ്മൾ ആ ഒരു റോള് ഫുള്ള് വയറ് എടുത്തു കഴിഞ്ഞാൽ ഉദ്ദേശം ഒരു 38 മാലയ്ക്ക് നമുക്ക് ഉള്ള വയറുണ്ടാകും. അപ്പോൾ ഒറ്റയടിക്ക് 2 റോള് വയറ് എടുത്തു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ പോലും വേണ്ട. 10, 25, 30, 20 മിനിറ്റ് കൊണ്ട് നമുക്കിത് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഏറ്റവും എളുപ്പത്തിൽ 2 റോള് വയറ് കട്ട് ചെയ്യാം. മാക്സിമം പോയി അരമണിക്കൂർ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എളുപ്പത്തിൽ വയറ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ മാല ബൾബിന് വേണ്ടി മുറിച്ച വയറ്, ഇത് നമ്മൾ തോരണത്തിന് വേണ്ടി മുറിച്ച വയറ്. ഇങ്ങനെ 2 അളവുകളിൽ, പല അളവുകളിൽ നമുക്ക് മുറിക്കേണ്ടി വരും. കാരണം നമ്മൾ തോരണമൊക്കെ പണിയുമ്പോൾ അതിൻ്റെ ഡിസൈൻ അനുസരിച്ച് ഈ വയറുകൾക്ക് നീളം കൂടുതലും കുറവും ഒക്കെ ആയിട്ട് നമുക്ക് കട്ട് ചെയ്താണ്ട് വരും.
മാല ബൾബിനും ചില അവസരങ്ങളിൽ ചില ആളുകളുടെ ഒരു ആവശ്യപ്രകാരം മാല ബൾബിന്റെ നീളം 9 മീറ്ററിലാണ് നമ്മൾ മാല ബൾബ് നിർമ്മിക്കുന്നത്. അത് ചില ആളുകൾ നമുക്കൊരു 5 മീറ്റർ മതി, ചില ആൾക്കാർ 12 മീറ്ററിൽ വേണമെന്ന് പറയും. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോഴൊക്കെ നമ്മൾ ഈ മാല ബൾബിന് അതിന്റെ വയറിന് മെഷർമെന്റ് വ്യത്യാസം വരും. ഏത് മെഷർമെന്റിലാണെങ്കിൽ കൂടിയും അതിന് എളുപ്പത്തിൽ കട്ട് ചെയ്യാനുള്ളൊരു മെത്തേഡാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവരിലും എത്തിക്കാൻ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കമന്റിൽ നമ്മുടെ ബോക്സിൽ നമുക്ക് വേണ്ടി എഴുതി വിടുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ വരും. നമ്മുടെ തോരണത്തിന്റെ ഒരു നിർമ്മാണ വീഡിയോയുടെ ഘട്ടത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പല സാധനങ്ങളും നമുക്ക് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഒന്ന് വൈകുന്നത്. എന്തായാലും അടുത്ത ദിവസം തന്നെ നമ്മുടെ തോരണത്തിന്റെ നിർമ്മാണ വീഡിയോ അത് ഫുള്ളായിട്ട്